നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ മലമുകളിൽ വന്ന ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വന്ന ഒരു ദിവസം കൂട്ടുകാരൊക്കെ കൂടി, പിന്നെ എൻ്റെ കൊച്ചുണ്ട് കൂടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങി കണ്ടു പോകാം എന്നുള്ള രീതിയിൽ വന്നതാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്ററോളം ദൂരം വരും സ്ഥലത്ത്. അപ്പോൾ ഒരു വൺ ഡേ ടൂർ എന്ന നിലയിൽ ഒരു ദിവസം വന്ന് ഫുള്ളായിട്ട് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സ്ഥലം കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മളത് പോയി കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ. ദൂരെയൊക്കെ ആണെങ്കിൽ ശരിയാണ്, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഒരു സംഭവം വന്നിട്ട് നമ്മൾ തീർച്ചയായും പോയി കണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ വന്നപ്പോൾ എന്തായാലും അടിപൊളിയാണ് ശരിക്കും. ഞങ്ങൾ ആ താഴേന്ന് കയറി വരുമ്പോൾ തന്നെ കണ്ടു മലമുകളിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ അത്ര സെറ്റപ്പായിട്ടാണ് ആ ചേട്ടൻ അത് പണിത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ശരിക്കും മലയുടെ ഒരു മുകൾ വശമാണ്. ചുറ്റും വലിയ മലകളെല്ലാം കാണാം, ടൗണുകൾ കാണാം അങ്ങ് ദൂരെ. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ദിവസം വന്ന് ഒരു വൺ ഡേ ട്രിപ്പ് എന്ന നിലയിൽ വന്ന് കണ്ട് കേട്ട് പോകാൻ പറ്റും കേട്ടോ. ഞങ്ങൾ വന്ന സമയം ഉച്ച ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ അങ്ങനെ ചെറിയൊരു ഇതുണ്ട്, വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വന്ന് വിശ്രമിച്ച് കയറി വന്ന് വിശ്രമിച്ച് അവിടെയൊക്കെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട്, നല്ല കാറ്റുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമായിട്ടിരുന്ന് കണ്ട് കാഴ്ചയൊക്കെ കണ്ട് മടങ്ങാം. ഒരു വൺ ഡേ ട്രിപ്പ് എന്ന നിലയിൽ ഇതൊക്കെ വന്ന് കണ്ടും കേട്ട് പോകാവുന്നതാണ്. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് ചേട്ടൻ അതിൻ്റെ ഡിസൈനെല്ലാം ചെയ്ത് വെച്ചേക്കണേ. എയർ ഇന്ത്യ എന്നുള്ളതിന് പകരം ചേട്ടൻ എയർ ഇടുക്കിയാക്കി. ഇടുക്കിയുടെ സ്വന്തം വിമാനം, അതായത് ഒരു ജില്ലയ്ക്ക് സ്വന്തമായിട്ട് വിമാനമുള്ള ജില്ലയാണ് നമ്മുടെ ഇടുക്കി ജില്ല. അങ്ങനെയുള്ളൊരു സ്ഥലം കൂടിയാണ്. അത് ഇരുന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ എല്ലാം പണിത് സെറ്റപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. ആ വിമാനത്തിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു മീൻകുളമൊക്കെ അടിയിൽ റൺവേയിൽ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടാൽ ഷെയർ ചെയ്യണം, സപ്പോർട്ട്